അല്ല ഗൈസ്, ചേരണ്ടാര് എവിടെ പോയാലും ചേരുന്നൊക്കെ പറയണില്ലേ, അതൊക്കെ എത്ര സത്യമെന്ന് ഞാൻ ഇപ്പോഴാട്ടോ മനസ്സിലാക്കണം. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ പറയട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തിന്നു. പിന്നെ നേരെ ഒരു വെള്ളച്ചാട്ടം പോയി കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ഫുഡ് കഴിക്കുന്നവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യൂ ഒക്കെ നിന്നിട്ട് ഫുഡൊക്കെ മേടിച്ചു കേട്ടോ. ഫുഡിനെ കുറിച്ച് പറയാന്ന് ഫുഡ് കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ഫുഡാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വണ്ടി വന്നു. വണ്ടി എടുത്തിട്ട് നേരെ പിന്നെ നമുക്ക് സ്റ്റേ ഉള്ള അടുത്തേക്കാണ് വന്നത് കേട്ടോ. നമുക്ക് ടെൻറ്റ് സ്റ്റേ ആയിരുന്നു കേട്ടോ. സ്റ്റേയുടെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നല്ല ക്ഷീണിച്ചു. അപ്പോൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഉറങ്ങി. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ സ്ട്രെച്ചിൽ വരെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ കടന്നു. അപ്പോൾ ഇവന്മാർ പുറത്തേക്ക് കറങ്ങാൻ പോകുക പറഞ്ഞിട്ട് ഒരു ജീപ്പ് സഫാരി ഒക്കെ പിടിച്ചിരിക്കണം. ഈ ജീപ്പ് സഫാരി നമ്മുടെ പാക്കേജിലില്ല. ഇവന്മാർ പുറത്ത് നിന്ന് വേറെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ജീപ്പ് സഫാരി പിടിച്ചിരിക്കുന്നത്. ഉറങ്ങി നീറ്റപ്പോഴേക്കും അവന്മാർ പുറത്ത് പോയി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് സ്റ്റേ വരുന്നത് വട്ടവടയിലാണ് വരുന്നത്. നമുക്ക് ടെൻറ്റ് സ്റ്റേ ആണ് വരുന്നത് കേട്ടോ. മൊത്തം നമ്മളൊരു 5 ടെൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടെൻറ്റിൽ 4-3 ആൾ വരുന്ന പോലെ നമ്മളൊരു 10-14 ആളുണ്ട്. ടെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 2 ബാത്റൂം ഉണ്ട്. എല്ലാവർക്കും നല്ല ക്ഷീണമായതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി കടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ പോയി അറ്റൻഡ് ചെയ്തു കേട്ടോ. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുമാതിരി സൗണ്ട് നോക്കിയപ്പോൾ ഇയാൾ പെണ്ണിനെ വിളിച്ചതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. ക്യാമ്പ് ഫയറിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒടുക്കത്തെ തണുപ്പ്. നമ്മൾ കൊടുന്ന എണ്ണ വരെ കണ്ടോ, സോസ് വരണ പോലെ വരുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. നമ്മൾ പുറത്തേക്കൊന്നും അധികം പോയില്ല. അപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും കേട്ടോ. അപ്പം ശരി എന്നാ.